ഈ കാണുന്ന ഒരു 4000 ഏരിയ ഇത്രയും ദിവസം അത് ഒരുപാട് നാൾക്ക് ശേഷമാണ് ഗോൾഡിൽ ഇത്രയും വലിയൊരു ബ്രേക്ക് ഔട്ട് കിട്ടിയിരിക്കുന്നത്. സോ അപ്പോൾ ഈ ഏരിയ കംപ്ലീറ്റ്ലി ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ടാണ് ആക്ട് ചെയ്തത്. ഇനിയും പ്രൈസ് ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ടെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ചാൻസസ് കൂടുതൽ തന്നെയാണ്. ഈ കാണുന്ന ഡെയിലിയുടെ ഒരു ഡിസിഷണൽ ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് ഉണ്ട്, ഈ കാണുന്നൊരു എക്സ്ട്രീം ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഈ രണ്ട് ഏരിയയിൽ നിന്നും വേണമെന്നുണ്ടെങ്കിൽ പ്രൈസിന് ഫോളോ ചെയ്യാം. പക്ഷേ നമ്മുടെ മുമ്പിലുള്ളൊരു ചോദ്യചിഹ്നം എന്ന് പറയുന്നത് 4000 ഏരിയ ഇനിയും ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും എന്നുള്ളതാണ്. ഹായ് ഓൾ, വെൽക്കം ടു പ്രിയം പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ്. ഇറ്റ്സ് മീ രാഹുൽ ബഷീർ, യുവർ ഫോറക്സ് മെന്റർ. സോ ഇന്ന് മൺഡേ ആണ്. മാർക്കറ്റ് കഴിഞ്ഞ ആഴ്ച നല്ലൊരു ബുള്ളിഷ് ആയിരുന്നല്ലേ. സോ നമുക്ക് ഇന്ന് ഗോൾഡ് ആൻഡ് യൂറോ യൂസിയുടെ അപ്ഡേറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ലെറ്റ്സ് വാച്ച് ടു ഗോൾഡ് ചാർട്ട് ഫസ്റ്റ്. സോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1 hour ചാർട്ടാണ്. 1 hour നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാർക്കറ്റ് സ്ട്രക്ചർ ബുള്ളിഷിലേക്ക് മാറിയിട്ടുണ്ട്. സോ കംപ്ലീറ്റ്ലി ഒരു ബുള്ളിഷ് സ്ട്രക്ചർ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിതൊരു ഡെയിലി വൈസ് അനാലിസിസിലേക്ക് ഒന്ന് മാറ്റാം. സോ ഡെയിലിയിൽ നോക്കുമ്പോൾ നമുക്ക് ക്ലീൻ ആയിട്ട് കാണാം. ഈ കാണുന്ന ഒരു 4000 ഏരിയ ഇത്രയും ദിവസം അത് ഒരുപാട് നാൾക്ക് ശേഷമാണ് ഗോൾഡിൽ ഇത്രയും വലിയൊരു ബ്രേക്ക് ഔട്ട് കിട്ടിയിരിക്കുന്നത്. സോ അപ്പോൾ ഈ ഏരിയ കംപ്ലീറ്റ്ലി ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ടാണ് ആക്ട് ചെയ്തത്. ഇനിയും പ്രൈസ് ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ടെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ചാൻസസ് കൂടുതൽ തന്നെയാണ്. ഈ കാണുന്ന ഡെയിലിയുടെ ഒരു ഡിസിഷണൽ ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് ഉണ്ട്, ഈ കാണുന്നൊരു എക്സ്ട്രീം ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ഏരിയയിൽ നിന്നും വേണമെന്നുണ്ടെങ്കിൽ പ്രൈസിന് ഫോളോ ചെയ്യാം. പക്ഷേ നമ്മുടെ മുമ്പിലുള്ളൊരു ചോദ്യചിഹ്നം എന്ന് പറയുന്നത് 4000 ഏരിയ ഇനിയും ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് ഒരു സെൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ കാണുന്ന ഒരു ഏരിയ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സെൽ TP. സോ ഇതിന് ശേഷം ഒരു സെല്ലേഴ്സ് കൺട്രോൾ എടുത്തിട്ടുള്ളൊരു മാർക്കറ്റാണ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ മാത്രം നമുക്കൊരു 3800 ലെവലിലേക്ക് പ്രൈസ് ഇനിയും വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അതല്ല ഈ കാണുന്ന ഏരിയാസ് നല്ലൊരു വോളിയം വെച്ചിട്ട് ബ്രേക്ക് ആണെങ്കിൽ പിന്നെ നമുക്ക് ഗോൾഡിൽ പിന്നെ ഒരു ഓൾ ടൈം ഹൈ റാലി കാണാനായിട്ട് സാധിക്കും. സോ പേഴ്സണലി ഞാൻ ഇന്ന് മോർണിംഗ് ഒരു സെൽ വ്യൂവിലാണ് ഇരുന്നത്. പക്ഷേ അതൊരു സെൽ സെറ്റപ്പ് കിട്ടിയത് ഇപ്പോൾ ഉച്ചയ്ക്ക് ഒരു 1:15 കഴിഞ്ഞപ്പോഴാണ് സെൽ സെറ്റപ്പ് കിട്ടിയത്. ഇപ്പോൾ ഞാനൊരു സെല്ല് ഇവിടെ പ്ലേസ് ചെയ്തിട്ട് ഏകദേശം ഒരു 1:20 RR ഉണ്ട്. നോക്കാം. ഇതൊരു മാർക്കറ്റ് ഒരു സപ്ലൈ ഏരിയയിൽ നിന്നാണ് റിയാക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിനൊരു സെൽ പ്രോബിലിറ്റി കൂടുതലാണ്. അപ്പോൾ ഇനി ഏത് ഏരിയയിൽ നമുക്കൊരു ബൈ പ്രോബിലിറ്റി നോക്കാം. സോ ഈ കാണുന്ന 1 hour ഒരു ഓർഡർ ഫ്ലോ ലെവലുണ്ട്. സോ ഈ ഏരിയയിലേക്ക് പ്രൈസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ ഈ ഏരിയയിൽ വന്ന് പ്രൈസ് റിയാക്ട് ചെയ്തിട്ട് പിന്നെയും ഫെയിൽ ആവണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു സെൽ കണ്ടിന്യൂഷനിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതല്ല ഈ ഏരിയയിൽ നിന്ന് ഹൈ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഡെയിലിയുടെ സപ്ലൈയിലേക്ക് വീണ്ടും മിറ്റിഗേഷൻ നടക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ കൂടുതലും ഈ ഒരു ഏരിയയിൽ നിന്ന് ബൈ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൈ തന്നെ പോകാവുന്നതാണ്. ടാർഗറ്റ് ഈ കാണുന്ന ഇന്നത്തെ തന്നെ ഓപ്പൺ ചെയ്ത ഡെയിലിയുടെ ലെവൽ ടാർഗറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ബെസ്റ്റ് ടാർഗറ്റ് ആയിരിക്കും. അതിനുശേഷം ഇതൊക്കെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രം പിന്നെയും ബൈ കണ്ടിന്യൂഷൻ നോക്കാം. ഡെഫിനറ്റ്ലി ഈ ഏരിയയിൽ എത്തുമ്പോൾ സെൽ നോക്കാവുന്നതാണ്. അത്യാവശ്യം നല്ല ഒരു ലോങ് സെല്ല് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. ഒരു മിനിമം ഒരു 4200 അല്ലെങ്കിൽ 4150 ലെവലിലേക്കൊക്കെ ഈ ഏരിയയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഡ്രോപ്പ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ നമുക്കിനി യൂറോസിൻ്റെ ചാർട്ട് നോക്കാം. സോ യൂറോസിൻ്റെ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഗോൾഡിലെ പോലെ തന്നെ ഒരു മൂവ്മെൻറ്റ് ഇവിടെ കിട്ടിയിട്ടില്ല. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് തന്നെ ഒരു ഡെയിലിയുടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ലെവലിൽ നിന്ന് തന്നെ പ്രൈസ് കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് പൂർണ്ണമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഈ കാണുന്ന ഒരു ലാർജസ്റ്റ് ക്യാൻഡിൽ കഴിഞ്ഞ ദിവസം NFPയിൽ ക്രിയേറ്റ് ചെയ്തൊരു ക്യാൻഡിലാണ്. അപ്പോൾ ഈ കാണുന്ന ഹൈ ആൻഡ് ഈ കാണുന്ന ലോ എന്ന് പറയുന്നത് ഈ ക്യാൻഡിലെ ഹൈ ലോ എന്നൊക്കെ ലിക്വിഡിറ്റി ആയിട്ട് ആക്ട് ചെയ്യും. ഇതർ പ്രൈസ് ഈ ഒരു ഹൈ ആണ് ഫസ്റ്റ് എടുക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി അതിന് ശേഷം ഒരു സെൽ ബാക്ക് വന്നതിന് ശേഷം ഈ ഒരു ലോയിലെ ലിക്വിഡിറ്റിയും കളക്ട് ചെയ്യും. അല്ല ഈ ഒരു ലോയാണ് ഫസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പിന്നെ ഈ കാണുന്ന ഹൈയിലേക്ക് പ്രൈസ് പോകാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്യാൻഡിലെ ഹൈ എടുത്താൽ ഒരു സെല്ലും ഈ ക്യാൻഡിലെ ലോ എടുത്താൽ ഒരു ബൈയും പ്ലാൻ ചെയ്യാവുന്നതാണ്. ഒരു 15 മിനിറ്റിൻ്റെ കൺഫർമേഷൻസ് എടുത്ത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ട്രേഡ് പ്ലാൻ ചെയ്യാം. പക്ഷേ അതൊരു ട്രേഡ് TP ഹിറ്റ് ആവാനായിട്ട് മേ ബി 1 or 2 days എടുക്കും. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകളായിട്ട് തന്നെ യൂറോ USD നല്ല കൺസോളിഡേഷനാണ്. അപ്പോൾ അതിൻ്റെ നേച്ചർ കണ്ടിന്യൂ ചെയ്യാൻ തന്നെയായിരിക്കും ചാൻസസ് കൂടുതൽ. ഇതൊരു ഏരിയയും കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡെയിലിയുടെ മേജർ ലിക്വിഡിറ്റി വരുന്നത് 1.162 എന്ന് പറഞ്ഞ ലെവലിലാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്കൊക്കെ ആ ഒരു ബൈ കണ്ടിന്യൂഷൻ പോകാനുള്ള ചാൻസസ് ഉണ്ട്. സോ എപ്പോഴും റീസെൻ്റ് ആയിട്ടുള്ള ഒരു സെഷൻസിൻ്റെ ഹൈ ഓർ ലോയിലേക്ക് TP വെച്ചതിന് ശേഷം ബാക്കി ഒരു ബുക്ക് ചെയ്ത് ബാക്കി ലോങ് ടൈം TPയിലേക്ക് വയ്ക്കുന്നതായിരിക്കും സേഫ്. അപ്പോൾ ഈ കാണുന്ന 1.162 ആൻഡ് 1.17 എന്ന് പറഞ്ഞ ലെവലൊക്കെ ഒരു മേജർ സെൽ ഏരിയാസ് തന്നെയാണ്. അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു സെൽ ഓപ്പർച്യൂണിറ്റി പ്ലാൻ ചെയ്യാവുന്നതാണ്. സോ ദാറ്റ്സ് ഇറ്റ് മൈ വ്യൂ ഓൺ ഗോൾഡ് ആൻഡ് യൂറോസിറ്റി. സോ ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.